ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇനി ഞാനൊരു സ്പെഷ്യൽ ബോണസ് റീഡിംഗ് ആണ് ചെയ്യണത് ഏരീസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഏരീസ് മൂൺ സൈനിന് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇത് സൺ സൈൻ അല്ല, മറ്റേ അസെൻഡൻറ്റ് അല്ല, ഇത് മൂൺ സൈനിന് മാത്രം ആയിട്ട് റീഡിംഗ് ആണ്. എന്നുവെച്ചാൽ ഇന്ന് നമ്മൾ ശനിയുടെ ട്രാൻസിഷൻ ആണ് നോക്കാൻ പോണത്. 29th മാർച്ചിന് ശനി എക്വേരിയസിൻ്റെ സൈനിന്ന് പൈസീസിൻ്റെ സൈനിലേക്ക് പോവാണ്. അതുമാത്രമല്ല 29th ഒരു സോലാർ എക്ലിപ്സ് കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നുണ്ട് എല്ലാവരുടെയും ലൈഫിൽ. പക്ഷേ ഞാൻ എല്ലാവരുടെയും ഇൻഡിവിജ്വലി സൈനിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഈ ട്രാൻസിഷൻ ഫേസ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതറിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സമയം എന്നല്ല പറഞ്ഞാൽ ഇതിൻ്റെ പീരിയഡ്, ഈ ട്രാൻസിഷൻ്റെ പീരിയഡ്, ഈ ശനിയുടെ ചേഞ്ച് ഉണ്ടാവുന്നത് 2 കൊല്ലം എടുക്കും. മാർച്ച് 29th അക്വേരിയസ് ടു പൈസീസ് പോയി കഴിഞ്ഞിട്ട് പൈസീസിന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അതിന് 2 കൊല്ലം എടുക്കും സാറ്റേണിന്. അത് എന്താ വെച്ചാൽ ശനീന് ഒരു പ്ലാനറ്റിന് വേറെ പ്ലാനറ്റിലേക്ക് പോകാൻ. അപ്പോൾ ഇതിൻ്റെ എഫക്ട്സ് നിങ്ങളുടെ ലൈഫിൽ 2 years വരെ ഉണ്ടാവും, 2 കൊല്ലം വരെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ ബോണസ് റീഡിംഗ് എല്ലാം സയൻസിന് വേണ്ടിയിട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈ ട്രാൻസിഷൻ്റെ നെക്സ്റ്റ് 2 years നിങ്ങളുടെ ലൈഫിൽ ഇതെങ്ങനെയാണ് ബാധിക്കാന്ന് നമ്മൾക്ക് ഈ റീഡിങ്ങിൽ നമ്മൾ അതാണ് നോക്കാൻ പോണത്. നിങ്ങൾക്ക് നിങ്ങളുടെ മൂൺ സൈൻ എന്താണെന്ന് അറിയില്ല വെച്ചാൽ കുറേ ഫ്രീ വെബ്സൈറ്റ്സ് ഉണ്ട്. ഗൂഗിൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് സമയം, ബർത്തിൻ്റെ സമയം അറിയണ്ട വെച്ചാൽ അത്ര ഇൻഫർമേഷനിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൂൺ സൈൻ നിങ്ങളുടെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയും. അപ്പോൾ അത് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കുക. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ മാതിരി മൂൺ സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഏരീസിൻ്റെ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് 2 years, അടുത്ത 2 കൊല്ലത്തിന് വേണ്ടിയിട്ട്. 5 of Pentacles ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ 12th ഹൗസിനാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഏരീസ്. 12th ഹൗസ് നിങ്ങളുടെ ഫിനാൻസസ് ആൻഡ് ഫോറിൻ ട്രാവലിനാണ് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഏരിയയിലാണ് കൂടുതൽ നിങ്ങൾക്ക് അത് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി 5 of Pentacles ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയറുടെ എനർജി 5 of Swords ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി 7 of Pentacles ആണ്. നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ 10 of Cups. നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ഈ 2 കൊല്ലത്തിൽ 9 of Wands ആണ്. നിങ്ങളുടെ അഡ്വൈസ് ആണ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏരീസ് ഞാനിവിടെ കാണുന്നത് 5 of Pentacles ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഓവറോൾ എനർജിയിൽ തന്നെ ഞാനൊരു ഫിനാൻഷ്യൽ ലോസ് ആണ് കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് 2 years നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറേ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി കുറേ ബ്ലോക്സ് ഉണ്ടാവും. അതുമാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ, കരിയറിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഉണ്ടാവാൻ പോണേ. ആൻഡ് അതാണ് നിങ്ങളുടെ ഓവറോൾ തീം. അപ്പോൾ കുറച്ചൊരു ലോസ് മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവും. ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവും, കുറേ എക്സ്പെൻസസ് കൂടും. അതുമാത്രമല്ല ഒരു ലാക്കായി പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ലൈഫിൽ അത്രയൊന്നും ഇല്ല എന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഒരു ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ് 5 of Pentacles. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഫിനാൻഷ്യൽ കാര്യത്തിൽ എസ്പെഷ്യലി കാര്യങ്ങൾ കുറേ സ്ലോ ആയിട്ടാണ് പോണത് മുമ്പോട്ട്. അതാണ് നിങ്ങൾ കുറേ ഫ്രസ്ട്രേറ്റഡ് ആവാനും വഴിയുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ പ്ലാൻ ചെയ്ത മാതിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അത് കുറേ ബ്ലോക്സ് ഉണ്ടാവും. ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു ജോലി 1 മണിക്കൂറിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഒരു 4 മണിക്കൂർ എടുക്കും. അത്രയും എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടും പ്രോഗ്രസ് സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം, അത് എക്സ്പെക്റ്റ് ചെയ്യണം. ടെമ്പറൻസ് ഇവിടെ നിങ്ങളുടെ ബാലൻസ്ഡ് എനർജിയാണ്. അപ്പോൾ എല്ലാം ബാലൻസ് ഔട്ട് ആവും എന്നാണ് യൂണിവേഴ്സ് പറയണത്. പക്ഷേ ഈ 2 കൊല്ലം കുറച്ച് ഫിനാൻഷ്യലി അങ്ങനെ ഒരു സ്ലോ എനർജിയാണ്. നിങ്ങളുടെ കരിയറിൽ തന്നെ ഞാൻ കാണുന്നത് 5 of Swords ആണ്. 5 of Swords കുറേ നെഗറ്റീവ് എനർജിയാണ്. കുറേ ഒരു
സാബോട്ടാജിൻ്റെ എനർജിയാണ്. എസ്പെഷ്യലി നിങ്ങളുടെ കലീഗ്സ്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആൾക്കാർ, പിന്നെ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ഒരു നെഗറ്റീവ് എനർജീസ് ഉണ്ട് നിങ്ങളുടെ കരിയറുടെ കരിയറിൻ്റെ ഏരിയയിൽ. അവിടെ കുറേ ആൾക്കാർ നിങ്ങളെ സാബോട്ടാജ് ചെയ്യാൻ നോക്കും, തകർക്കാൻ നോക്കും. നെഗറ്റീവ് ഒരു എന്താ പറയുക, ഒരു ഓഫീസ് പോളിറ്റിക്സൊക്കെ കുറേ കൂടും. അപ്പോൾ ഈ 2 കൊല്ലം അത് ഉണ്ടാവാൻ വഴിയുണ്ട്. 5 ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? ഏസ് ഓഫ് വോൺസ്. നിങ്ങളൊരു പുതിയ ജോലിക്ക് ശ്രമിക്കേണ്ട വെച്ചാൽ, അതല്ല വെച്ചാൽ ഒരു പ്രൊമോഷൻ, അതല്ല വെച്ചാൽ ഒരു പുതിയ പ്രോജക്റ്റ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നില്ല വെച്ചാൽ പുതിയ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട വെച്ചാൽ, എസ്പെഷ്യലി അവിടെ ഞാൻ കാണുന്നത് കുറേ ബ്ലോക്സ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഈ ബ്ലോക്സ് ഉണ്ടാവുന്നത് നിങ്ങളുടെ തന്നെ കലീഗ്സിൻ്റെ അടുത്തുനിന്നായിരിക്കാം. അതല്ല വെച്ചാൽ ഈ ഓഫീസ് പോളിറ്റിക്സിൻ്റെ കാരണം കുറേ തടസ്സം വരും നിങ്ങളുടെ. പക്ഷേ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഓക്കെ, അതൊരു നല്ല പോയിൻ്റാണ്. കുറേ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പക്ഷേ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി നിങ്ങളുടെ കരിയർ, ഫിനാൻഷ്യൽ കാര്യത്തിൽ കുറേ നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യം വരും. ചാലഞ്ചസ് ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുക മെൻ്റലി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ അതിലും കാര്യങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോവില്ല. പറഞ്ഞാൽ കുറച്ചൊരു വെയിറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരും എന്ന്, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാച്ചാൽ അതൊന്നും കുറച്ചൊരു വെയിറ്റ് ചെയ്യേണ്ടി വരും. മറ്റേ കാര്യം ഇവിടെ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ മാതിരി ഇതിലും റിലേഷൻഷിപ്പിലും പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ പുതിയ റിലേഷൻഷിപ്സൊക്കെ വരും. പക്ഷേ ഒന്നും കൺവേർട്ട് ആവില്ല. പറഞ്ഞാൽ അതൊരു സീരിയസ് ആയി റിലേഷൻഷിപ്പിലേക്ക് പോകണം വെച്ചാൽ അത് ഉണ്ടാവാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ സിംഗിൾ ആണെച്ചാൽ കല്യാണത്തിൻ്റെ കാര്യത്തിലും കുറച്ചൊരു ഡിലേ ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് പക്ഷേ നല്ല ഒരു എനർജിയാണ് 10 ഓഫ് കപ്സ്. അപ്പോൾ ഹെൽത്ത് വൈസ് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഇത് ഒരു പോസിറ്റീവ് എനർജിയാണ്. 10 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 7 ഓഫ് കപ്സ്. അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലും വേറെ എന്താ വെച്ചാൽ അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയാണ് കാണുന്നത്. പക്ഷേ കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ടാവും. കുറേ കൂടുതൽ കഴിക്കുക, കുടിക്കുക, കുറേ പാർട്ടി ചെയ്യുക, പറഞ്ഞ ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കുക, അതൊക്കെ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ അത് അങ്ങനത്തെ ഒരു ടെംപ്റ്റേഷൻ കുറേ ഉണ്ടാവാൻ വഴിയുണ്ട്. അതുമാത്രമല്ല പിന്നെ ഈ ഡ്രഗ്സ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അതും സൂക്ഷിക്കണം. എന്നുവെച്ചാൽ അതുകൊണ്ടും നിങ്ങളുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യാൻ വഴിയുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറേ പോസിറ്റീവ് എനർജിയാണ്. എന്നാലും നിങ്ങൾക്ക് ആ കാര്യം പറഞ്ഞാൽ ഓവർ ഡൂ ചെയ്യരുതൊന്നും, ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വയ്ക്കുക. ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 9 ഓഫ് വോൺസ് ആണ്. കുറേ ഒരു പേടിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ, എന്തെങ്കിലും ചെയ്യാൻ കുറേ ഒരു ഡിഫെൻസീവ് എനർജിയാണ്. കുറേ ഒരു പേടിയുണ്ട് ഉള്ളിൽ, ഇത് ശരിയാവോ ഇല്ലേന്ന്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഇതെന്താണ് ചാലഞ്ച്? 9 ഓഫ് വോൺസ്, പേജ് ഓഫ് കപ്സ്. എസ്പെഷ്യലി പുതിയ ബിഗിനിങ്സ് ഉണ്ടാവുമ്പോൾ, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, അത് റിലേഷൻഷിപ്പിലായിരിക്കാം, കരിയറിലായിരിക്കാം, നിങ്ങൾ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണില്ല. ആ ഇനീഷ്യേറ്റീവ് എടുക്കാൻ കുറേ പേടിയുണ്ട്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഉണ്ടാവുക. എന്നുവെച്ചാൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ കുറേ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ആ ധൈര്യം ഉണ്ടാവില്ല, അതല്ല വെച്ചാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല എല്ലാം കൺവേർട്ട് ചെയ്യാൻ, അതല്ല വെച്ചാൽ മുമ്പോട്ട് പോകാൻ ആ ധൈര്യം ഉണ്ടാവില്ല. കുറച്ചൊരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ അഡ്വൈസ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് ഇവിടെ അഡ്വൈസ് ആയിട്ട്, അത് നിങ്ങൾക്ക് ധൈര്യക്കുറവുണ്ടാച്ചാൽ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുക. പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എല്ലാത്തിലും ചാടേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാഗ്നേഷൻ വരും. ഓപ്പർച്യൂണിറ്റീസ് വരണത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ആൻഡ് അത് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം മുമ്പോട്ട് പോവുക. വേണമെച്ചാൽ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് എടുക്കുക. ഓക്കെ, പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് നിങ്ങളോട് ഓപ്പർച്യൂണിറ്റീസിനെ ലെറ്റ് ഗോ ചെയ്യാണ്ട് ഈ കാര്യത്തിനെ മാനേജ് ചെയ്യാനാണ് പറയണത്.
ടു ഓഫ് വോൺസ്, നിങ്ങൾ പ്ലാൻ ചെയ്താൽ എല്ലാം ശരിയാവും. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേടിയുണ്ട്, അതായത് വർക്കൗട്ട് ചെയ്യില്ല, ശരിയാവില്ല, അങ്ങനത്തെ ഒരു പേടി ഉണ്ടാച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് നല്ലപോലെ പ്ലാൻ ചെയ്യാം. നിങ്ങൾ എന്താ നെക്സ്റ്റ് ചെയ്യാൻ പോണേ, എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പോണേ, അതിൻ്റെ റീസേർച്ച് ചെയ്തിട്ട് മെല്ലെ ആലോചിച്ചിട്ട് മതി മുമ്പോട്ട് പോവുക. പക്ഷേ ഡെഫിനറ്റ്ലി ആ സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ സ്റ്റാഗ്നൻ്റ് ആയാൽ വർക്കൗട്ട് ചെയ്യില്ല. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് കപ്സ്, സ്കോർപ്പിയോ എനർജി. അപ്പോൾ ഇതെന്താ ഔട്ട്കം? കിങ് ഓഫ് കപ്സ് ഒരു ഇമോഷണലി ബാലൻസ്ഡ് എനർജിയാണ്, ഒരു സ്കോർപ്പിയോയുടെ എനർജിയാണ്. ഹൈറോഫാണ്ട് ഇവിടെ ടോറസ് എനർജി, 9 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ 2 കൊല്ലത്തിൻ്റെ ഇടയിൽ പറഞ്ഞാൽ ഈ 2 കൊല്ലത്തിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ പാഷൻ കുറേ ഉണ്ടാവും, എല്ലാം കാര്യത്തിൽ ട്രാവൽ കുറേ ഉണ്ടാവും, നിങ്ങളുടെ കുറേ വിഷസൊക്കെ ഫുൾഫിൽ ആവും. അപ്പോൾ അങ്ങനെ മൊത്തം ഒരു ബാഡ് റീഡിങ് അല്ല ഇത്, നല്ല റീഡിംഗ് ആണ്. ഇമോഷണലി നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് എന്താ വെച്ചാൽ ആ കുറച്ചൊരു ഇമോഷണലി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഫാമിലിയുടെ സപ്പോർട്ട് കുറേ ഉണ്ടാവും. ഇവിടെ ദൈവത്തിൻ്റെ സപ്പോർട്ടും ഉണ്ട്, യൂണിവേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മാരീഡ് ആണെന്ന് വെച്ചാൽ മാരേജ് പാർട്ട്ണർഷിപ്പ് നല്ല പോലെ മുമ്പോട്ട് പോവും. പക്ഷേ പേടിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടെ ടെംപ്റ്റേഷൻസ് ഉണ്ടാവാൻ വഴിയുണ്ട്, അപ്പോൾ അഫെയർസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം കുറച്ച് സൂക്ഷിക്കണം. പക്ഷേ അതർവൈസ് ഇതൊരു 50-50 റീഡിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്രയും വലിയ ചാലഞ്ചസ് ഒന്നുമില്ല, പക്ഷേ ഫിനാൻഷ്യലി യെസ് കുറച്ച് സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഏരീസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു, ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് വീഡിയോനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിന്ന് മാത്രമായിട്ട് അറിയണം വെച്ചാൽ പേഴ്സണലായിട്ട് റീഡിംഗ് എടുക്കുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.